നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷ്നി. നോൺ സ്റ്റോപ്പ് ക്രൈ, കുഞ്ഞുങ്ങളിലെ നിർത്താതെയുള്ള കരച്ചിൽ അമ്മമാർക്ക് വളരെ ടെൻഷനാണ്. പ്രത്യേകം കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് സംശയമുണ്ടെങ്കിൽ നമുക്കതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്ന വിശപ്പുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുക, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോപ്പറായിട്ട് തട്ടുക, മറ്റെന്തെങ്കിലും ഡിസ്കംഫേർട്ട് കുഞ്ഞിനുണ്ടോ എന്ന് നോക്കുക. കുഞ്ഞ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കരച്ചിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഡയപ്പറിൻ്റെ ഇഷ്യൂസ്, ഡയപ്പർ നിറഞ്ഞിട്ടുണ്ടോ നോക്കുക. ടെമ്പറേച്ചർ ഇഷ്യൂസ്, പ്രത്യേകിച്ച് തണുക്കുന്നുണ്ടോ കുഞ്ഞിന്, അങ്ങനെയാണെങ്കിൽ ഡ്രസ്സ് കൂടുതൽ റാപ്പ് ചെയ്യുക. അതോ ചൂടെടുത്തിട്ടാണോ, അപ്പോൾ ഡ്രസ്സിൽ നമ്മൾ അറേഞ്ച്മെൻറ്റ് കുറച്ചുകൂടെ ലൂസൻ്റായിട്ട് കോട്ടൺ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുക കുഞ്ഞിനെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഓവർ സ്റ്റിമുലേഷൻ, സൗണ്ട് ആവട്ടെ ലൈറ്റ് ആവട്ടെ, ഇതൊക്കെ കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുക ഒക്കെ വരുമ്പോൾ കുഞ്ഞിനത് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുന്നതും ഈ ഒരു നിർത്താതെയുള്ള കരച്ചിലിന് കാരണമാണ്. അപ്പോൾ കുഞ്ഞിനെ പ്രത്യേകിച്ച് ഐസൊലേറ്റ് ചെയ്ത് ഒരു കുഞ്ഞു അമ്മയും മാത്രമായിട്ടുള്ള വളരെ പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷനായിട്ട് പറയാം. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ക്ഷീണമുണ്ടെങ്കിൽ, ഫിസിക്കലി ഫറ്റീഗ്ഡ് ആകുമ്പോഴും കുഞ്ഞുങ്ങൾ നിർത്താതെ കരയാറുണ്ട്. അത് ഒരു പക്ഷേ ഒരു പനി അല്ലെങ്കിൽ ഒരു പനിയുടെ മുന്നോടിയായിട്ടാവാം. അതല്ലെങ്കിൽ ഇവർ പല ആളുകൾ മാറിയൊക്കെ എടുത്തിട്ടും ഒക്കെ അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. ഇതല്ലാതെ പല മെഡിക്കൽ ഇഷ്യൂസ് കാരണവും കുഞ്ഞുങ്ങൾ നിർത്താതെ കരയാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക മൂവ്മെൻറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കുഞ്ഞുങ്ങൾ പ്രത്യേകമായി എവിടെയെങ്കിലും പ്രത്യേകമായി ചെവിയിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക അല്ലെങ്കിൽ വയറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുക ഒക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ പതിയെ നമ്മൾ കൈതൊട്ട് നോക്കുക, അവിടെയൊക്കെ വേദനയുണ്ടോ, അത് കുഞ്ഞ് കൂടുതൽ കരയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ചില ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, മെനിഞ്ചൈറ്റിസ് പോലെ, ഇപ്പോൾ ഫീവർ, ടെമ്പറേച്ചർ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞ് എത്ര നമ്മൾ ഒന്ന് സമാധാനിപ്പിച്ചിട്ടോ ഫീഡ് ചെയ്യിപ്പിച്ചിട്ടോ ഒന്നും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ മാത്രം നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. കുഞ്ഞിന് ആ ദിവസം പ്രോപ്പറായിട്ട് മോഷൻ പോയോ അല്ലെങ്കിൽ യൂറിൻ സാധാരണ പോകുന്ന പോലെ പോയിട്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഒന്ന് അസസ് ചെയ്യേണ്ടതും കൂടി ഇതിനോടൊപ്പം ആവശ്യമാണ്. എപ്പോഴും കുഞ്ഞ് കരയുന്നത് എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് അതിലൊന്നും നിൽക്കുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറിനെ കാണുക.